ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഹിമാലയൻ്റെ തന്നെ ഫോക്കോയിൽ ചേഞ്ച് ചെയ്യാനും പിന്നെ അതിൻ്റെ കോൺസെപ്റ്റും പിന്നെ ബിയറിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് വീൽസ് ഊരി മാറ്റാം. സോ നേരെ അതിലോട്ട് പോകാം. നമ്മളെപ്പോഴും ഊരിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കണക്കിന് എല്ലാം ബോൾട്ട് ചെയ്ത് നന്നായിരിക്കും. കാര്യം ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഈ സെൻസർ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ABS സെൻസർ ഊരിയായിരുന്നു. സോ അതിൻ്റെ സ്ക്രൂസ് നമ്മളെപ്പോഴും ഇരുന്നിടത്ത് തന്നെ തിരിച്ച് വെക്കുന്ന എപ്പോഴും നന്നായിരിക്കും. അതൊക്കെ നമ്മൾ കാലിപ്പർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാലിപ്പറിൽ ഈ ബോൾട്ട് വയ്ക്കുക. കാരണം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന നേരത്തെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തന്നെ ഏത് കറക്റ്റ് ബോൾട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ വണ്ടിയുടെ വീലെല്ലാം ഊരി മാറ്റി, കാലിപ്പർ ഊരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ഫോർക്ക് ഊരാനായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് മഡ്ഗാർഡ് ഊരി മാറ്റണം. ഒരു സ്കെയിലാണ് വെച്ചിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ 6mm മൊത്തത്തിൽ 8 അല്ലനുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തന്നെ. സോ ഇത്ര ഊരി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫോർക്കായിട്ട് നമുക്ക് ഊരി എടുക്കാൻ പറ്റും. സോ ഫോർക്ക് ഊരിക്കുന്നത് തന്നെ നമ്മളിവിടെ ഫോർക്കിൻ്റെ ഓയിൽ എന്തായാലും മാറാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ക്യാപ്പും ഓൾറെഡി ലൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് വൈസ് ഗ്രിപ്പിൻ്റെ ആവശ്യമാണ്. നമ്മൾ വൈസ് ഗ്രിപ്പ് ഇല്ലാത്തവർക്കും ഈ ഒരു മെത്തേഡിന് യൂസ് ചെയ്യാം. വണ്ടി വെച്ച് തന്നെ നമുക്ക് ഊരി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുമായിരുന്നു. നമ്മുടെ മഡ്ഗാർഡ് ഫ്രണ്ടിലത്തെ ആ ഒരു ബീക്ക് ഊരി മാറ്റണമായിരുന്നു. സോ അത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ളത് നമ്മുടെ ഇവിടുത്തെ 4 ബോൾട്ടാണ്. നമ്മുടെ ഫോർക്കിൻ്റെ ഈ T-സ്റ്റെമിൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന 4 അലൻ ബോൾട്ടാണ്. 6mm ബോൾട്ടാണ് വരുന്നത്. സോ അപ്പുറത്തായിട്ട് 8 ഉണ്ട് മൊത്തത്തിൽ. സോ ഇതെല്ലാം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ായിട്ട് ഈ അലങ്കിയുടെ 4 ബോൾട്ട് നമുക്ക് ഊരിയെടുക്കാം. അതിനുശേഷം ഹാൻഡിൽ ബാർ മാറ്റണം. ട്രിപ്പിൾ ക്ലാമ്പ് ഓൾറെഡി ഊരിയിട്ടുണ്ട്. സോ ഇത് ഊരുമ്പോൾ നമുക്ക് ഇവിടെ 2 ബോൾട്ടുകൾ ഉണ്ടായിരുന്നു. സോ അതാണ് നമ്മുടെ ഇപ്പോൾ വയറിനെ പിടിച്ച് വെക്കുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പിൾ ക്ലാമ്പിൻ്റെ ലോവർ ക്ലാമ്പ് ഊരുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ ആവശ്യമുണ്ട്. ഇതിന് C-സ്പാനർ എന്നാണ് പറയുന്നത്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ കാണുന്ന ഇതിനെ ലൂസ് ചെയ്യണം. ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഊരാം. നമ്മൾ ഓൾറെഡി ലൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കൈ കൊണ്ട് ഊരി വരുന്നതേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മളിനിപ്പോൾ അത് ഊരാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബെയറിങ് വരുന്നത്. ഇതാണ് നീഡിൽ ബെയറിങ്. ഓൾറെഡി ഷോർട്ടാണ് കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി പോയിട്ടുണ്ട്. സോ ഇതിപ്പോൾ മാറാൻ പോവാണ്. സോ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. ഇവിടെ വെള്ളം കയറിയിരിക്കാൻ ഇവിടെ എസ്കേപ്പ് ഉണ്ട്. അതാണിത്. അതിനടിയിൽ ബിയറിങ്. ഇവിടെ ഇതിൻ്റെ മുകളിലും താഴെയും 2 കവർ വരുന്നുണ്ട്, ബിയറിങ് കവർ. ഇത് നമ്മളിപ്പോൾ റിപ്ലേസ് ചെയ്യുവാണ്. വേണോട്ടായിട്ടുണ്ട് ഇവിടെ. ഇത് റിപ്ലേസ് ചെയ്യണമെങ്കിൽ ഹാമർ വെച്ച് ഹിറ്റ് കൊടുത്ത് ഇളക്കാനേ പറ്റും. ഇതിൽ കവർ ഊരാനായിട്ട് നമ്മൾ ഇതിലൊരു റോഡോ സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് ഒരു സൈഡിൽ തന്നെ ചെയ്യരുത്, ഓപ്പോസിറ്റായിട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇളക്കാൻ ഒരു സ്പോട്ടിൽ തന്നെ ഹിറ്റ് ചെയ്യാൻ പാടില്ല. റൊട്ടേറ്റ് ചെയ്ത് വേണം ഹിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇറങ്ങി വരണം എന്നില്ല.
വരുന്നുണ്ടോ? നമ്മൾ ആദ്യം തന്നെ ബെയറിങ്സിൻ്റെ ഔട്ട്ഡോസ് തന്നെ നമ്മുടെ ടീസ്റ്റമെൻ്റെ ക്ലാമ്പിലോട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ മൗണ്ടിങ്ങിലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ മുകളിൽ നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. സോ ഇതാണ് ആ വരുന്ന ബെയറിംഗ് എന്ന് പറയുന്നത്. അത് ബെയറിങ്ങിൻ്റെ ഔട്ടർ എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മളിപ്പോൾ ഇതാണ് വാങ്ങിച്ചതാണ്. ഇത് NTN എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ബെയറിംഗ് ആണ്. ഇത് കോണിക്കൽ ടൈപ്പാണ്. സോ ഇത് ഇനി താഴെ വരുന്നതാണ്. സോ നമുക്കത് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ കവറിങ് ഇപ്പോൾ നമ്മൾ പെട്ട് കഴിഞ്ഞു. അടുത്തതിന് നമുക്ക് ടീസ്റ്റം ഇടാം. സോ നമ്മൾക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീസ് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ഗ്രീസാണ്. സോ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മാക്സിമം എന്ന് പറഞ്ഞൊരു റേസിംഗ് ഓയിൽസ് എന്നിട്ടൊരു ഗ്രീസാണിത്. വാട്ടർ പ്രൂഫിംഗ് ഉള്ള പ്രോപ്പർട്ടി ഉള്ളതാണ്. ഒരു US കമ്പനിയുടെ കൂടെ ഒരു പ്രോഡക്റ്റാണ്. സോ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെയറിങ്സിൻ്റെ ലൈഫ് കുറേ കൂടെ കിട്ടും നമുക്ക്. മാത്രമല്ല നമ്മളിവിടെ എൻ്റെ സീൽ വരുമ്പോഴത്തേക്കും അതാണ് വെള്ളം കയറത്തില്ല. സോ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീസ് യൂസ് ചെയ്യുന്നത്. സോ ഹിമാലയൻ മേജറായിട്ടുള്ള ഇഷ്യൂ ആണ് നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് പോകാന്നുള്ളത്. സോ നമ്മുടെ കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു ജപ്പാൻ ബ്രാൻഡായിട്ടുള്ള NTN എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബെയറിങ്സാണ് യൂസ് ചെയ്യുന്നത്. കൂടെ നമ്മൾ ഈ ഗ്രീസും കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ലൈഫും കിട്ടും. മാത്രമല്ല പെട്ടെന്നുള്ള ഈ തുരുമ്പെടുക്കുന്ന പരിപാടി അതും ഉണ്ടാകത്തില്ല. സോ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഗ്രീസും ഈ ഒരു ബെയറിങ്സും ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ബെയറിങ്സ് നമ്മൾ ഈ ഗ്രീസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വെയ്ഡിങ്ങിൻ്റെ ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമുക്ക് വെള്ളമൊന്നും പെട്ടെന്ന് ഇതിൽ കയറി തുരുമ്പെടുത്ത് പോകത്തില്ല. അതിലിവിടെ സീൽ വരുന്നുണ്ട്, ഒരു ഡസ്റ്റ് സീൽ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വെള്ളവും പെട്ടെന്ന് കയറത്തില്ല. ഈ ഗ്രീസ് യൂസ് ചെയ്ത് നമ്മളത് സീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ. സോ നമുക്ക് എന്തായാലും ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതിന് ഫോർക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫോർക്ക് രണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ടയറും മഡ് ഫ്ലാപ്പും. ലൈറ്റ് ഇഷ്യൂ ആയ കാരണം നമുക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടിപ്പോൾ ഇത് കംപ്ലീഷനായി കഴിഞ്ഞിരിക്കുകയാണിത്. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഹാൻഡ്ലിങ് ഇപ്പോൾ സ്മൂത്തായി, വൈബ്രേഷൻ എല്ലാം മിനിമം ആയിട്ടുണ്ട്. ഓവറോൾ ഇപ്പം ആ ഒരു എൻജിൻ ബിയറിങ്ങിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോസ്റ്റ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.